ഒരു വ്യക്തി അയാളുടെ 25 വയസ്സ് വരെയുള്ള ജീവിതകാലം അയാളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വാക്കുകൾ കേട്ടാണ് വളരുന്നത്. മറ്റുള്ളവർ നമുക്ക് അറിവും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുമെങ്കിലും നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളെ നമ്മൾ കേൾക്കുക. അങ്ങനെ മനസ്സ് പറയുന്ന എന്താണോ അതിൽ വിശ്വസിക്കുകയും ചെയ്യുക. തനിക്ക് ഏത് മേഖലയിലാണ് അഭിരുചിയുള്ളതെന്ന് സ്വയം തിരിച്ചറിയുകയും ചെയ്യുക. അങ്ങനെ ഒരാൾ അയാളുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല എന്നാണ്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല. ലോകം കണ്ട പ്രതിഭാധനായ ഒരു സിനിമാ സംവിധായകൻ 2016 ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകളാണ്. ഇപ്പം നിങ്ങളെല്ലാവരും തിരയുന്നത് ആ സംവിധായകൻ ആരാണ്, ആ സിനിമാ പ്രവർത്തകൻ ആരാണ് എന്നറിയാനായിട്ടല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. വളരെ സാധാരണക്കാരായ പേരൻസിൻ്റെ മകനായി ഒരു സാധാരണ കുടുംബത്തിൽ ആണ് അദ്ദേഹം ജനിച്ചത്. കുഞ്ഞിലെ തന്നെ അദ്ദേഹത്തിനൊരു പഠന വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയായിരുന്നു. പഠിച്ചു തുടങ്ങിയ ആദ്യ 2 വർഷം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മണ്ടൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന, പലരും കളിയാക്കിയിരുന്ന ഒരു കുട്ടിയായിരുന്നു. എങ്ങനെയെങ്കിലും സ്കൂൾ ജീവിതം ഉപേക്ഷിക്കാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കുട്ടിയായിരുന്നത്. പിന്നീട് അവന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന രോഗമാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയെടുത്തു. പഠനവും കൂട്ടുകാരെയും ഒന്നും ഇഷ്ടമില്ലാത്ത ആ പയ്യൻ്റെ സ്വപ്നം സിനിമയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയാണ് അവൻ പഠനം പോലും ഉപേക്ഷിച്ചത്. എങ്ങനെയെങ്കിലും പഠനം പൂർത്തിയാക്കാനും സിനിമാ സംവിധാനം പഠിക്കാനുമാണ് അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാഗ്രഹിച്ചത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടവൻ പഠനം പൂർത്തിയാക്കുകയും സദേൺ കാലിഫോർണിയയിലെ സിനിമാറ്റിക് ആർട്സ് സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. സിനിമാ മോഹവും തലയിൽ നിറച്ചവൻ പ്രവേശന പരീക്ഷയ്ക്കെത്തി. പക്ഷേ അവിടെയും ഡിസ്ലെക്സിയ എന്ന് പറയുന്ന രോഗം വില്ലനായിട്ട് മാറി. വളരെ കുറച്ച് മാർക്ക് മാത്രമാണ് അവന് പരീക്ഷ ലഭിച്ചത്. പക്ഷേ തോറ്റു പിന്മാറാൻ അവൻ തയ്യാറല്ല. അടുത്ത വർഷം വരെ കാത്തിരുന്നു. ആ കല്ലവും പുറത്തായി. 3-ാം വർഷവും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിച്ച് പരീക്ഷ എഴുതി. പക്ഷേ അപ്പോഴും തൻ്റെ ഗ്രേഡ് C തന്നെ. സിനിമയ്ക്ക് വേണ്ടി ഒരു യോഗ്യതയും ഇയാളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി അവനെ ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് മോഹിച്ചിരുന്ന, യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കോഴ്സിന് അഡ്മിഷൻ എടുത്തു. അവിടെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സഹായിയായിട്ട് കൂടി. ആ സ്റ്റുഡിയോ അധികൃതർ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ പ്രതിസന്ധിയിലുമായി. ആ സമയത്ത് ആ ദൗത്യം ഈ പയ്യൻ ഏറ്റെടുത്തു. അങ്ങനെ അവൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ടാംപ്ലിയൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം പുറത്തിറങ്ങി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഷോർട്ട് ഫിലിം ഒരുപാട് പുരസ്കാരങ്ങൾ നേടി. അതോടെയാണ് ആ പയ്യൻ്റെ ജീവിതം മാറി മറിയുന്നത്. അതിനുശേഷം ഒരു സിനിമാ സംവിധാനം ചെയ്യാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ ആ പയ്യനുമായിട്ട് കരാർ ഒപ്പുവെച്ചു. അതോടെ പഠനം ഉപേക്ഷിച്ച് അവൻ സിനിമാ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അങ്ങനെ 1974 അവൻ്റെ ആദ്യ ചിത്രം ഷുഗർലാൻഡ് എക്സ് പുറത്തിറങ്ങി. പിന്നീട് ആ പയ്യനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ക്യൂരിയോസിറ്റി തോന്നിയില്ല അത് ആരാണെന്നറിയാൻ. പിന്നീട് 10,000 ദശലക്ഷം അമേരിക്കൻ ഡോളർ നേടിയ ആദ്യത്തെ ചലച്ചിത്ര സംവിധായകനായിട്ട് ആ പയ്യൻ മാറി. ഹോളിവുഡ് സിനിമകളെ ഒരു പുതിയ ദശയിലേക്ക് തിരിച്ചുവിട്ട പ്രതിഭയാണ് സ്റ്റീവൻ സ്പിൽബർഗ് എന്ന പയ്യൻ. സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഡിറ്റർ, നിർമ്മാതാവ് എന്നീ നിലകളിൽ 100ഓളം ചിത്രങ്ങൾക്ക് പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, സേവിംഗ് പ്രൈവറ്റ് റാൻ എന്നീ ചിത്രങ്ങളുടെ മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാറിൽ ലോക സിനിമയിൽ തന്നെ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിച്ച ജൂറാസിക് പാർക്ക്, ഇന്ത്യാന ജോൺസൺ തുടങ്ങിയ 34ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഗംഭീര വിജയം നേടുന്ന സിനിമകൾക്ക് ബ്ലോക്ക് ബസ്റ്റർ എന്ന വിശേഷണം ഉപയോഗിച്ചു തുടങ്ങിയത് 1975 പുറത്തിറങ്ങിയ സ്പിൽബർഗ് ചിത്രമായ ജോസിൻ്റെ വിജയത്തോടെയാണ്. ഹോളിവുഡിൽ അത്രമാത്രം മാറ്റങ്ങളാണ് ഈ വ്യക്തി ഉണ്ടാക്കിയത്. ലോകമറിയുന്ന സിനിമാ സംവിധായകനായപ്പോഴും ഡിസ്ലെക്സിയ എന്ന് പറയുന്ന രോഗം തന്നെ വിടാതെ പിന്തുടരുന്നുവെന്ന് 2017 അദ്ദേഹം വെളിപ്പെടുത്തുമ്പോഴാണ് ആരാധകർ പോലും ഞെട്ടിക്കേൾക്കുന്നത്. കാരണം തൻ്റെ മുന്നിലൂടെ എത്തുന്ന തിരക്കഥകളും നോവലുകളും വായിക്കാനും മനസ്സിലാക്കാനും കഥകൾ എഴുതാനുമൊക്കെ സാധാരണ ഒരാൾ എടുക്കുന്ന സമയത്തേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ സമയം അദ്ദേഹത്തിന് വേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം ഹോളിവുഡിനെ മാറ്റിമറിച്ചു. ഇന്ന് ഡ്രീം വർക്ക്സ് എന്ന ചലച്ചിത്ര സ്റ്റുഡിയോയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. ഇടയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ബിരുദ പഠനം 37 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 2002 അദ്ദേഹം പൂർത്തിയാക്കി. തൻ്റെ 57ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിരുദം നേടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സർവകലാശാലയിൽ പഠിക്കാൻ യോഗ്യതയില്ലെന്ന് വിലയിരുത്തപ്പെട്ട ആ വ്യക്തിയുടെ ഡയറക്റ്റിംഗ് ടെക്നിക്സ് പിന്നീട് അതേ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിട്ട് മാറുന്നു.
ഇതിനേക്കാൾ വലിയ എന്ത് നേട്ടമാണ് അദ്ദേഹം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ സ്റ്റീവ് സ്പിൽബർഗിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഒരാൾ തൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും സ്വയം തിരിച്ചറിയുകയും അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ ആ സ്വപ്നം നേടിയെടുക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിശ്ചയദാർഢ്യവും മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ടെങ്കിൽ വിജയം നേടാനും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമേകാനായിട്ടും നമുക്ക് സാധിക്കും. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും തൻ്റേതായ ഒരു മുഖമുദ്ര പതിപ്പിക്കുവാനും കൺസിസ്റ്റൻ്റായ പരിശ്രമം ആവശ്യമാണ് എന്നതിൽ മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കുറവുകളിൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ കുറവുകൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് പകരം അങ്ങനെ ഒരു കുറവ് നമുക്കുള്ളതായി ലോകം തിരിച്ചറിയാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാലും ലോകം അത് വിശ്വസിക്കാതെ വരും. നാലാമത്തെ കാര്യം, ജീവിതത്തിൽ പഠിക്കാനും നേടാനുമുള്ള അവസരങ്ങൾ മരണം വരെ അവസാനിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ്. തൻ്റെ 57ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും പഠിക്കാൻ തയ്യാറാണ് എന്ന്. ഈ മെൻറ്റാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും അടിസ്ഥാനവും. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും സ്വയം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തില്ലാത്തവർക്ക് സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഈ സ്റ്റീവ് സ്പിൽബർഗിൻ്റെ ഈ ജീവിതകഥ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഇടങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ചിന്തിക്കുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.